അന്ധവിശ്വാസം, വിശ്വാസം, ഇതെല്ലാം ഇന്ന് കച്ചവടത്തിന്റെ അഡ്വർടൈസ്മെന്റ് കൊടുത്ത് ഇപ്പൊ നമ്മള് അന്ധവിശ്വാസത്തിനെ കുറിച്ച് ഒരു പരിപാടി തന്നെ ചെയ്തിരിക്കുന്ന ചാനലിലേക്ക് നോക്കിയാൽ 11 മണിക്ക് ശേഷം അന്ധവിശ്വാസത്തിന്റെ പേക്കൂത്താണ് അതിൽ നടക്കുന്നത്. ഇതുപോലെ തന്നെ അന്ധവിശ്വാസത്തിനെ കുറിച്ച് എഡിറ്റോറിയൽ എഴുതുന്ന പത്രത്തിന്റെ മുകളിൽ വലത്തിലും ഇടത്തിലുമായിട്ട് ചാത്തൻ സേവയെക്കുറിച്ചുള്ള അഡ്വർടൈസ്മെന്റ് ആണ്. ഇവിടെ ഇത് കച്ചവടവൽക്കരിക്കുന്നതിനെതിരെ നിങ്ങൾ അതുപോലെ തന്നെയാണ് അവിടുത്തെ അറബി മാന്ത്രികത്തിന്റെ രീതിയിലുള്ള കാര്യങ്ങൾ. ഇതിനെതിരെ വിശ്വാസി സമൂഹം പ്രതികരിക്കുന്നില്ല. രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ്. ഇതിനെതിരെ വിശ്വാസി സമൂഹം പ്രതികരിക്കണം. പലപ്പോഴും വിശ്വാസി സമൂഹത്തിൽ മോഡറേറ്റ് ആയി നിൽക്കുന്നവർ പ്രതികരിക്കാത്തത് തങ്ങൾ പറഞ്ഞാൽ ഇതിനിടയിൽ അടി ഉണ്ടാവുമോ എന്നൊക്കെ വിചാരിച്ചാണ്. അല്ല, എനിക്ക് അവിശ്വാസമല്ല. പ്രതികരിക്കാൻ ധാരാളം കാര്യങ്ങൾ ഞാൻ നമ്പേഴ്സ് എടുത്ത് പറയുന്നില്ല. അന്ധവിശ്വാസം മാത്രമല്ല, കേരള സമൂഹത്തിനെ സാമ്പത്തികമായി ബാധിക്കുന്ന വിശ്വാസങ്ങളിൽ പോലും ഒരു നിലപാടെടുക്കാനും കോടിക്കണക്കിന് ഭക്തരുടെ വിശ്വാസത്തെ ഒരുപക്ഷെ നേരിടാനാണെങ്കിലും നേരിട്ടുകൊണ്ട് ഈ ദൂരദർശന്റെ ചാനൽ ഇരുന്നുകൊണ്ട് തന്നെ സംസാരിച്ചിട്ടുണ്ട്. മറ്റൊരു വിഷയം പോട്ടെ. എന്നിരുന്നാൽ തന്നെ ഇതിപ്പം യുക്തിവാദം എന്ന് പറയുന്ന ഒരു ക്ലീഷയായി മാറി, അന്ധവിശ്വാസം എന്ന് പറയുന്ന ഒരു ക്ലീഷയായി മാറി. ക്ലീഷകൾക്കപ്പുറം നമുക്ക് ചെയ്യേണ്ടത് എന്താ? ഒരു വിശ്വാസി എന്ന രീതിയിൽ ഞാൻ അവരെ അഭ്യർത്ഥിക്കുകയാണ്, അവരെ സ്വാഗതം ചെയ്യുകയാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനക്കാർ, യുക്തിവാദികൾ, ഒരുപക്ഷെ നിരീശ്വരവാദികൾ പോലും നമ്മുടെ പാരമ്പര്യത്തിൽ നിരീശ്വരവാദത്തെ ഉയർത്തി കണ്ടിട്ടുള്ള ഒരു പാരമ്പര്യമാണ്. ആരും എതിർത്തിട്ടില്ല. പകരം അവരൊരു ചിന്താധാരയാണ്, അവരെ റെസ്പെക്ട് ചെയ്യണമെന്ന് വിശ്വസിച്ചൊരു സംസ്കാരമാണ് ഭാരതത്തിന്റേത്. ആരും അതിനെതിരായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഒരു സമന്വയത്തിന്റെ പാത, രണ്ട് സ്റ്റഡീസ് പറയുമ്പോൾ ഉത്തരം കിട്ടാത്തതും കൊഞ്ഞനം കാണിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ ഹെർബർട്ട് ബെൻസൺ, ഹാർവാർഡ് മെഡിക്കൽ സ്കൂൾ, അദ്ദേഹം അവിടെ സ്റ്റഡി നടത്തി എന്ന് പറയുമ്പോൾ ആ സ്റ്റഡിയെ കുറിച്ച് ഞാൻ ഓപ്പൺ ആയ ഒരു സാധനം ചെയ്യാം എന്നതിന് പകരം ഇല്ലാത്തൊരാളുടെ പേരിൽ അങ്ങനെ സ്റ്റഡി നടന്നിട്ടില്ല എന്ന് പറയുന്നത് തികച്ചും അശാസ്ത്രീയമായ ഒരു നിലപാടാണ്. ഓപ്പൺ മൈൻഡഡ്നെസ് ഈ ശാസ്ത്രത്തിന്റെ ഒരു വലിയ ആറ്റിറ്റ്യൂഡാണ്. പക്ഷേ അത് പറയുമ്പോൾ തന്നെ ആ ഓപ്പൺ മൈൻഡഡ്നെസിന്റെ വിൻഡോയിലൂടെ അന്ധവിശ്വാസം കയറ്റിവിടാൻ ആൾക്കാർ ശ്രമിക്കുന്നില്ലേ? ഉണ്ട്. ഇന്ന് സംഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് വിശ്വാസികളോ അല്ലെങ്കിൽ ഭക്തിവാദികളോ ശാസ്ത്രം എന്ന വാക്കിനെ ലൂസായിട്ട് ഉപയോഗിക്കുന്നു, എനർജി എന്ന വാക്കിനെ ലൂസായി ഉപയോഗിക്കുന്നു. ഇതെല്ലാം യുക്തിവാദികളെക്കാൾ അറിയുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങൾ അമ്പലങ്ങൾ അമ്പലാശ്രമങ്ങളാവണോ എന്ന് പറയാറുണ്ട്. ഇത് ഇവിടെ അന്ധവിശ്വാസം പാടില്ല, ചോദ്യം ചെയ്ത് വിശ്വസിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഒരു വരി കൂടി എനിക്ക് പറയാൻ, പരിവർത്തനത്തെ കുറിച്ച് പ്രസംഗിക്കാൻ എളുപ്പമാണ്, പക്ഷേ ഒരു സിസ്റ്റത്തിനുള്ളിൽ നിന്ന് പരിവർത്തനം പ്രവൃത്തിപഥത്തിൽ എത്തിക്കാനാണ് ബുദ്ധിമുട്ട്. അതിന് ഈ യുക്തിവാദികളെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനക്കാരെയും സ്വാഗതം ചെയ്യാൻ വലിയ അയറണിയാണ് രാഹുൽ ഈശ്വറിന്റെ സംസാരത്തിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. കേരളത്തിലെ ഹൈന്ദവ സംസ്കാരത്തിന്റെ ആകെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടാണ് രാഹുൽ ഈശ്വർ സംസാരിക്കുന്നത്. രാഹുൽ ഈശ്വർ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനക്കാരെ അന്ധവിശ്വാസത്തിനെതിരെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിലും വലിയ തമാശ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് വേറൊന്നും കാണില്ല. കാരണം രാഹുൽ ഈശ്വർ ഇത്തരത്തിൽ ഹൈന്ദവ സംസ്കാരത്തിന്റെ ആകെ ബ്രാൻഡ് അംബാസിഡറായി സംസാരിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഗുരുവായൂർ അമ്പലത്തിൽ താഴ്ന്ന സമുദായക്കാരന് കയറുവാൻ വേണ്ടി സമരം നടത്തിയത് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. അന്ന് അവിടുത്തെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നത് ബഹുമാനപ്പെട്ട സഖാവ് AKG ആയിരുന്നു. പി കൃഷ്ണപിള്ളയാണ് ഗുരുവായൂർ അമ്പലത്തിൽ പോയി മണിയടിച്ച് ഇവിടെ താഴ്ന്ന ജാതിക്കാരൻ അമ്പലത്തിൽ കയറണമെന്ന് പറഞ്ഞത്. അത്തരത്തിൽ വിമോചന പോരാട്ടങ്ങളിൽ പുരോഗമന ഇത്തരം പോരാട്ടങ്ങളിൽ പുരോഗമന പ്രസ്ഥാനങ്ങളുടെ പങ്ക് ഒരിക്കലും കേരളത്തിൽ ആർക്കും അവഗണിക്കാൻ കഴിയുകയില്ല. പക്ഷേ രാഹുൽ ഈശ്വരെ പോലെ അന്ധവിശ്വാസങ്ങളെ ഇത്രയധികം പ്രൊമോട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്ന ജനാധിപത്യത്തിന്റെ കോവിലിൽ കൊണ്ടുവന്ന് വിളക്ക് കൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തിയ ഒരാൾക്ക് എങ്ങനെ അന്ധവിശ്വാസത്തിനെതിരെ പോരാടാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ സ്വാഗതം ചെയ്യാൻ